Hi all, welcome back to Language Center, Kerala SSLC series. Today I am going to speak about character sketch. That's one discourse activity that we have to study and practice. Most probably you will get one question in the SSLC exam to write on one character. Okay? So this video is about that. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, an explanatory session on character sketch. രണ്ട്, we will attempt the character of the narrator boy in Adventures in a Banyan Tree. ആദ്യമായിട്ട് explanatory points about character sketch. ഒന്നാമതായി ക്യാരക്ടർ സ്കെച്ചിൽ എന്താണ് എഴുതേണ്ടത്. നമ്പർ 2, അതെങ്ങനെ എഴുതാൻ കഴിയും. ക്യാരക്ടർ സ്കെച്ചിൽ വി ആർ ഫ്രീ ടു റൈറ്റ് ബോത്ത് ഫാക്റ്റ് ആൻഡ് ഒപ്പീനിയൻ. പ്രൊഫൈൽ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഐ ടോൾഡ് യു ഓൺലി ഫാക്ട്സ് ആർ ടു ബി ഗിവൺ, നോ ഒപ്പീനിയൻ. ബട്ട് ദിസ് ടൈം വി ആർ ഫ്രീ ടു റൈറ്റ് ബോത്ത്. ഓക്കെ, അപ്പോൾ ഒരു കഥാപാത്രം എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, കാണാൻ എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം, അതായത് അതിൻ്റെ ഫാക്ട്സ്, അത് നമുക്ക് എഴുതാം. പക്ഷേ ആ ഫാക്ട്സിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഒപ്പീനിയൻ, ഇത് കഥാപാത്രത്തിൻ്റെ ഇന്ന ആസ്പെക്ട്സിനെ സൂചിപ്പിക്കുന്നു. ആ രീതിയിൽ ദീസ് ഫാക്ട്സ് റിവീൽ സർട്ടൺ ആസ്പെക്ട്സ് ഓഫ് ദ ക്യാരക്ടർ, അതും നമുക്ക് ക്യാരക്ടർ സ്കെച്ചിൽ പറയാം. ഓക്കെ, കീപ് ദിസ് പോയിൻ്റ് ഇൻ മൈൻഡ്. ഇനി ക്യാരക്ടർ സ്കെച്ചിന് വേണ്ട പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത് എങ്ങനെ? We can make a checklist. Okay, there are 5 sources from which we can find points about a character. ഏതൊക്കെയാണ്? ഒരു കഥാപാത്രത്തിൻ്റെ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്ന 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. വാട്ട് ദ ക്യാരക്ടർ സ്പീക്സ് ഓർ ഡസ്. അതാണ് ഒരു ഘടകം. എല്ലാവർക്കും അറിയാം, നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ കഥാപാത്രത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിലേക്ക് സൂചനകൾ നൽകുന്നതാണ്. അതുപോലെയാണ് ഏതൊരു വ്യക്തിയുടെയും കാര്യം. അപ്പോൾ നമ്മുടെ കഥകളിലുള്ള കഥാപാത്രങ്ങളും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അപ്പോൾ വി ക്യാൻ ലുക്ക് എന്തൊക്കെയാണ് അവരുടെ പ്രവൃത്തികൾ, എന്തൊക്കെയാണ് അവർ പറയുന്ന വാക്കുകൾ. അതാണ് നമ്മുടെ ഒന്നാമത്തെ സോഴ്സ്. നമ്പർ 2, ഹൗ ഡസ് വൺ ക്യാരക്ടർ അപ്പിയർ ഓർ ലുക്ക്. എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? കാരണം ഒരു വ്യക്തിയുടെ അപ്പിയറൻസും ആ വ്യക്തിയുടെ കഥാപാത്രവും തമ്മിൽ, സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ടാവാം. ഓക്കെ, ദാറ്റ് ഈസ് നമ്പർ 2, അപ്പിയറൻസ്. ഒരു വ്യക്തി ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് വരുന്നു, അതല്ലെങ്കിൽ ഒരു വ്യക്തി വളരെ സ്റ്റൗട്ടാണ്, വളരെ ബലിഷ്ഠമായ ശരീരമാണ്, എക്സസൈസ് ചെയ്ത് സ്ഫുടം വരുത്തിയ ഒരു ശരീരഘടനയോടുകൂടിയാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ദാറ്റ് മേ സ്പീക്ക് സംതിങ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ദ പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെപ്പറ്റി അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയെ പറ്റിയിട്ട് വി ക്യാൻ ഗെറ്റ് സം ക്ലൂ ഫ്രം ഇറ്റ്. ഓക്കെ, ഇനി നമ്പർ 3, വാട്ട് അതർ ക്യാരക്ടേഴ്സ് സ്പീക്ക് അബൌട്ട് ദിസ് പേഴ്സൺ. ഒരു കഥയിലാണെങ്കിൽ പല കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് എഴുതേണ്ട കഥാപാത്രത്തെപ്പറ്റി മറ്റ് കഥാപാത്രങ്ങൾ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ സംഭാഷണങ്ങളും കമൻറ്റ്സും എല്ലാം സംടൈംസ് പോയിൻ്റ് ടു ദ ക്യാരക്ടർ. ദാറ്റ് ഈസ് നമ്പർ 3. ഓക്കെ, അതുകൂടാതെ സംടൈംസ് ദിസ് ക്യാരക്ടർ ഹിംസെൽഫ് വിൽ സേ സംതിങ് അബൌട്ട് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. കഥാപാത്രം തന്നെപ്പറ്റി തന്നെ പറയുന്ന കാര്യങ്ങളും ഉണ്ടാവാം. ഞാനിങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും,
So like that, character may speak about himself or herself, and that can also lead us. The fifth and the last source, what the author or the narrator of the story speaks about that character. എഴുത്തുകാരൻ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു ഐഡിയ തരും, ഈ കഥാപാത്രം ഇങ്ങനെയുള്ള ഒരാളാണ്, ഇൻ ദാറ്റ് വേ. സോ ദാറ്റ് ക്യാൻ ബി വൺ ഇമ്പോർട്ടൻറ്റ് ക്ലൂ. ഈ രീതിയിൽ 5 സ്രോതസ്സുകൾ, 5 സോഴ്സസ് നമുക്ക് ക്യാരക്ടർ സ്കെച്ചിന് വേണ്ടിയിട്ട് പ്രത്യേകമായി പരിശോധിക്കാവുന്നതാണ്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ ചെക്ക് ലിസ്റ്റ്. ഓക്കെ, ദിസ് ഈസ് ദ വേ വി വിൽ റൈറ്റ് ക്യാരക്ടർ സ്കെച്ച്. ഇപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ചിന് ആവശ്യമായ പോയിൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു, ക്യാരക്ടർ സ്കെച്ചിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നും പറഞ്ഞു. നൗ വി ആർ ഇൻ എ പൊസിഷൻ ടു അറ്റംപ്റ്റ് വൺ ക്യാരക്ടർ ആസ് എ സാമ്പിൾ. ബനിയൻ ട്രീയിൽ പല കഥാപാത്രങ്ങളുണ്ട്, അതിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. നൺ അതർ ദാൻ ദ നരേറ്റർ ഹിംസെൽഫ്, ദ ബോയ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് ദ ബോയ്? ആദ്യമായി ഈ നേരത്തെ നമ്മൾ പറഞ്ഞ 5 സോഴ്സസിൽ ഏതിൽ നിന്നെല്ലാം ഈ കഥയിൽ ഈ കഥാപാത്രത്തെപ്പറ്റി നമുക്ക് വിവരങ്ങൾ കിട്ടും, അതൊന്ന് ആദ്യം പരിശോധിക്കാം. ഫസ്റ്റ് ഐ സെറ്റ് വാട്ട് ദ ക്യാരക്ടർ ഡസ് ഓർ സ്പീക്ക് ഇൻ ദ ലെസൺ. അല്ലേ, കഥയിൽ ആ കഥാപാത്രം ചെയ്യുന്ന പ്രവർത്തികൾ, പറയുന്ന വാക്കുകൾ. തീർച്ചയായിട്ടും അതൊരു വളരെ വാല്യുബിളായ ഒരു സോഴ്സാണ്. ത്രൂ ഔട്ട് ദ ലെസൺ, ത്രൂ ഔട്ട് ദ സ്റ്റോറി, ദ ബോയ് ഡസ് എ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, ചിലപ്പോൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നു, ചിലപ്പോൾ പാസീവായിട്ട് ചെയ്യുന്നു. സോ ദോസ് ആക്ഷൻസ് ആൻഡ് വേർഡ്സ് ലീഡസ് ടു സം ആസ്പെക്ട്സ് ഓഫ് ഹിസ് ക്യാരക്ടർ. ഒന്നതാണ്, തീർച്ചയായിട്ടും അതുണ്ട്. ഇനി മറ്റ് 4 എണ്ണത്തെക്കുറിച്ച് പറയാനുള്ളത്, ആക്ച്വലി ദേ ആർ നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദിസ് സ്റ്റോറി, ഇൻ ദിസ് പർട്ടിക്കുലർ സ്റ്റോറി. ഒന്ന്, ഫോർ എക്സാമ്പിൾ അപ്പിയറൻസ്. ഈ ബോയ് എങ്ങനെയാണ് കാഴ്ചയ്ക്ക്, ആ കാര്യം കഥയിൽ ടെക്സ്റ്റിൽ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ്, ഫോർ എക്സാമ്പിൾ, എങ്ങനെയുള്ള ഡ്രസ്സാണ് പ്രിഫർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുടി ചീകിയിരിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും തന്നെ ടെക്സ്റ്റിൽ അവൈലബിൾ അല്ല. ചിത്രങ്ങളുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ, പക്ഷേ അത് ചിത്രകാരൻ്റെ ഇമേജസ് ആണ്, നോട്ട് ദാറ്റ് ഓഫ് ദ ടെക്സ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അപ്പിയറൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. സോ ലീവ് ഇറ്റ്. മറ്റൊന്ന്, വാട്ട് അതർ ക്യാരക്ടേഴ്സ് സ്പീക്ക് അബൌട്ട്, നോ എവിഡൻസ്, നോ പോയിൻറ്റ്. ബിക്കോസ് അതർ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 2 ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഇതിൽ എക്സ്ട്രാ ആയിട്ടുള്ളൂ. വൺ ഈസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ദി അതർ ഈസ് ഗ്രാൻഡ് മദർ, ആൻഡ് ബോത്ത് ഓഫ് ദം ഡു നോട്ട് സ്പീക്ക് എനിത്തിങ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ദ ബോയ്. സോ ലീവ് ദാറ്റ് ഓൾസോ, ദാറ്റ് പാർട്ട് ഓൾസോ. മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ കാര്യവും നമുക്ക് വിടാം. ഇനി ഓദർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഓദർ ഈസ് ദ നരേറ്റർ, നരേറ്റർ ഈസ് ദി ഓദർ, ആൻഡ് സോ ഹീ ഡസ് നോട്ട് സ്പീക്ക് എനിത്തിങ് അബൌട്ട് ഹിംസെൽഫ്, ദ നരേറ്റർ ഡസ് നോട്ട് സ്പീക്ക് എനിത്തിങ് അബൌട്ട് ഹിം. അപ്പോൾ ആ 2 കാര്യങ്ങളും ഇല്ല, നരേറ്ററും സംസാരിക്കുന്നില്ല, കഥാപാത്രം തന്നെപ്പറ്റി തന്നെയും ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ 4 സോഴ്സും ഈ കാര്യത്തിലില്ല. ഓൺലി 1 സോഴ്സ് ഈസ് അവൈലബിൾ ഫോർ us, ദാറ്റ് ഈസ് വാട്ട് ഹീ സ്പീക്സ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഹീ ഡസ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്യാരക്ടർ സ്കെച്ചിനെ ഈ ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ പോയിൻറ്റ്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്, ഹീ ഈസ് എ കീൻ ഒബ്സർവർ, എ കീൻ ആൻഡ് നോൺ ജഡ്ജ്മെൻറ്റൽ ഒബ്സർവർ. ദാറ്റ്സ് എ വേർഡ് ഐ യൂസ്, എ കീൻ നോൺ ജഡ്ജ്മെൻറ്റൽ ഒബ്സർവർ. എന്തുകൊണ്ടാണ് കീൻ ഒബ്സർവർ എന്ന് പറയുന്നത്? നോക്കൂ, ആ ലെസൺ ഉടനീളം നമ്മൾ നോക്കിയാൽ എത്ര വിശദമായിട്ടാണ്, എത്ര സൂക്ഷ്മമായിട്ടാണ് ആൽമരത്തിൻ്റെ മുകളിലുള്ള ജീവജാലങ്ങളെ, സ്പ്രിംഗ് സീസണിൽ അവിടത്തേക്ക് വിരുന്നിന് വരുന്ന പക്ഷികളെ, അവരുടെ ശബ്ദങ്ങളെ, ഓരോന്നിനെയും ഈ നരേറ്റർ ബോയ് കാണുന്നത് വളരെ വിത്ത് എ സെൻസ് ഓഫ് ഡീറ്റെയിൽസ്, ഐ സേ, വിത്ത് മൈന്യൂട്ട് പോയിൻറ്റ്സ്. ഹി സീസ് ആൻഡ് ഹി ഹിയേഴ്സ്.
അപ്പോൾ നല്ലൊരു ഒബ്സർവറാണ് വിത്ത് എ വെരി ഗുഡ് സെൻസ് ഓഫ് ഡീറ്റെയിൽസ്. പാമ്പും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ്സ്, കോബ്ര ആൻഡ് മംഗൂസ് ഫൈറ്റ്, ആൻഡ് വെൻ ഹി ഡിസ്ക്രൈബ്സ് ദ ഫൈറ്റ്, വെൻ ഹി നരേറ്റ്സ് ദ ഫൈറ്റ്, ഹൗ മൈന്യൂട്ട് ദറ്റ് നരേഷൻ ഈസ്. എങ്ങനെയാണ് പാമ്പ് നിൽക്കുന്നത്, എങ്ങനെയാണ് മംഗൂസ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്രോ വരുന്നത്, എങ്ങനെയാണ് മൈന വരുന്നത്. സോ എവ്രി ഡീറ്റെയിൽ ഈസ് ഗിവൺ. അപ്പോൾ മൈന്യൂട്ടായ ഒബ്സർവേഷനുണ്ട്. ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മറ്റൊരു വേർഡ് പറഞ്ഞിരുന്നു, കീൻ ഒബ്സർവർ ബട്ട് നോൺ ജഡ്ജ്മെൻ്റൽ ഒബ്സർവർ. അല്ല, ഹി ഡസ് നോട്ട് ജഡ്ജ് എനി വൺ. അണ്ണാൻ എന്താണ്, അണ്ണാൻ നല്ലതാണോ ചീത്തയാണോ മോശമാണോ സുന്ദരനാണോ അഗ്ലിയാണോ, ഹി മേക്സ് നോ ജഡ്ജ്മെൻറ്റ്. നോ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദ കോബ്ര, നോ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദ മംഗൂസ്, നത്തിങ്. അപ്പോൾ ജഡ്ജ്മെൻറ്റലല്ലാത്ത കുറച്ചൊരു ന്യൂട്രാലിറ്റിയോടുകൂടി ഡിസ്ക്രൈബ് ചെയ്യുന്ന, വളരെ കീനായി കാണുന്ന ഒരു ഒബ്സർവറാണ് നമ്മുടെ കഥാപാത്രം, നമ്മുടെ നരേറ്റർ ബോയ്. സോ ദാറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് ക്യാരക്ടർ. ഹീ ഈസ് എ സിയർ ടൈപ്പ് ഓഫ് പേഴ്സൺ. സിയർ എന്ന് പറഞ്ഞാൽ കാണുന്നയാളാണ്, ശരിക്കും ദർശനം അല്ലെ, അത് ചെയ്യുന്നയാളാണ്. സിയർ ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഓക്കെ, കീപ്സ് ആൻ ഐ ഫോർ മൈന്യൂട്ട് സട്ടിൽ ഡീറ്റെയിൽസ്. അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാം. അത് ചെയ്യണമെങ്കിൽ ഹീ ഈസ് ഓഫ് എ റിഫ്ലക്റ്റീവ് ടൈപ്പ് റാദർ ദാൻ ഓവർ ഒപ്പീനിയനേറ്റഡ്. ഓക്കെ, അപ്പം എല്ലാത്തിനെക്കുറിച്ചും അനാവശ്യമായി സ്ഥാനത്തും അസ്ഥാനത്തും അഭിപ്രായം കയറി പറയുന്ന ഒരു ടൈപ്പിനേക്കാളും കുറച്ച് വിവരവും കൂടുതൽ അഭിപ്രായവും എന്ന ഒരു ടൈപ്പ് കഥാപാത്രം അല്ല ഈ ബോയ്. ഹി ജസ്റ്റ് സീസ്, ലിസൺസ്, തിങ്സ്, ഇൻവേർഡ് ലുക്കിംഗ്, സച്ച് എ ക്യാരക്ടർ ഹി ഈസ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത പറഞ്ഞാൽ, ഈ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് പാസീവ്, റിസപ്റ്റീവ് ഒബ്സർവേഴ്സ് ആർ ദെയർ, ബട്ട് ഹീ ഈസ് നോട്ട് ദാറ്റ് ടൈപ്പ്. എന്താണ് എവിഡൻസ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ കഥയിൽ ചെയ്യുന്നതാണ്. കാരണം ഈ കഥ, ആഖ്യാനം ഒരു ആക്ഷനാണ് അല്ലേ, ഈ കഥ പറയുന്നത് ഒരു ആക്ഷനാണ്. വളരെ വിവാസിറ്റിയോടുകൂടി ഇത് പറയുന്നത് ഒരു ആക്ഷനാണ്. അപ്പോൾ ഹിസ് ഒബ്സർവേഷൻ ഈസ് നോട്ട് സിംപ്ലി റിസപ്റ്റീവ്, ഇറ്റ് ഈസ് എക്സ്പ്രസീവ് ഓൾസോ. അപ്പോൾ ദിസ് ബോയ് ഈസ് എ വെരി എക്സ്പ്രസീവ് കൈൻഡ് ഓഫ് ബോയ്. എക്സ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ കഥ തന്നെയാണ് അതിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഹീ ഫീൽസ്, ഹീ ഈസ് ഏബിൾ ടു ഫീൽ, ആൻഡ് ഹീ ഈസ് ഓൾസോ ഏബിൾ ടു മേക്ക് അതേഴ്സ് ഫീൽ. ദാറ്റ് കൈൻഡ് ഓഫ് എ ക്യാരക്ടർ ഹീ ഈസ്. ഇനി നമ്പർ 3, ഈ കഥയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് പറയുന്നത്, ഹീ ലവ്സ് ടു സ്പെൻഡ് ടൈം മോർ ഇൻ ദ ഹൗസ് ഹോൾഡ്, ഓൺ ദ ബനിയൻ ട്രീ, ഒബ്സർവിങ് ആൻഡ് ഡീലിംഗ് വിത്ത്, ഇൻവോൾവിങ് നേച്ചർ, പ്ലാന്റ്സ്, ആനിമൽസ്. അല്ലേ, മറ്റു കുട്ടികളോടുകൂടി കളിക്കാൻ വേണമെങ്കിൽ നമുക്ക് പോവാം. ആ പ്രായത്തിലുള്ളൊരു ബോയ്, വെൻ ഹീ ഗെറ്റ്സ് ടൈം, വെൻ ഹീ ഹാസ് വെക്കേഷൻ ടൈം, certainly most of us may like to spend the time playing with our peers, our friends, but that is not his type. What is his favorite action? His favorite action, his favorite time pass is reading, and that too on the banyan tree. ആരാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്? സ്ക്വിറൽ അല്ലേ. അപ്പോൾ ഹ്യൂമൻ കോണ്ടാക്റ്റിൽ നിന്ന് കുറച്ചൊന്ന് അകന്ന് നിൽക്കുന്ന, ഹ്യൂമൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒന്ന് അകന്നു നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഈ ബോയ് എന്ന ഒരു സൂചനയാണ് നമുക്ക് ഈ ആക്ഷൻസിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഹീ ഈസ് എ സോളിറ്റ്യൂഡ് ലവിങ് ബോയ്. ഒരു മൂന്നാമത്തെ സ്വഭാവ സവിശേഷത, ഹീ ഈസ് എ സോളിറ്റ്യൂഡ് ലവിങ് ബോയ്. എവിഡൻസ്, ദ വേ ഹീ സ്പെൻഡ്സ് ഹിസ് ടൈം. ഈ കഥയിൽ ആകെ 3 ഹ്യൂമൻ ക്യാരക്ടേഴ്സേ ഉള്ളൂ. Apart from the boy, there are only 2, grandmother and the grandfather. Keep that in mind. അപ്പോൾ അതാണ് മൂന്നാമത്തെ ടൈപ്പ്. Now, 4th point, he is a boy with a sense of the wild. He is involved in nature. അത് പറയേണ്ട ആവശ്യമില്ല, കാരണം അതാണ് ആദ്യം മുതൽ അവസാനം വരെ.
how passionately he is involved. അദ്ദേഹത്തിന് ഫ്രണ്ട്സായിട്ട് വരുന്നത് സ്ക്വിറലാണ്, എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നത് ഒരു ഫൈറ്റ് ഒബ്സർവേഷനാണ്. സോ that kind of a boy. So he engages nature, he has a sense for the wild, and he involves himself in the natural setting too much. അതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു പ്രത്യേകത. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു വേർഡ് ഓഫ് കോഷൻ മസ്റ്റ് ബി ദർ. കാരണം മറ്റ് മൃഗങ്ങളോടൊക്കെ താല്പര്യമുള്ള ആളുകൾ എന്ന് പറയുമ്പം ഒരു പെറ്റ് ഓണർ മൈൻഡ് വേണമെങ്കിൽ വരാം. ഇപ്പോൾ നമുക്ക് അല്ലേ ഒരു മൃഗത്തെ നമുക്ക് വാങ്ങി ഒരു ഓമനിച്ച് വളർത്തുക, അത് നമ്മുടെ സ്വന്തമാക്കി കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവാം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ദ വേ ദിസ് ബോയ് ബിഹേവ്സ്, because he does not want to take away the squirrel from the tree. He does not want to possess any animals into his cage. Instead, he goes to them. ഓക്കെ, അപ്പോൾ അവരെ സ്വന്തം സ്പേസിലേക്ക് കൊണ്ടുവരുന്ന ഒരു എൻഗേജ്മെൻ്റ് അല്ല, അവരുടെ സ്പേസിലേക്ക് അങ്ങോട്ട് പോയി അവരുമായി പരിചയപ്പെടുകയും അവരുമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു ഇൻവോൾവ്മെൻറ്റാണ്, ഒരു ടൈപ്പ് ഓഫ് എൻഗേജ്മെൻറ്റാണ് ഈ ബോയ് ചെയ്യുന്നത്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനി ലാസ്റ്റ് പോയിൻറ്റ്, മൈ ഫിഫ്ത്ത് പോയിൻറ്റ്. പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു, മറ്റ് കുട്ടികളുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എന്നാലും he is involved in one human society, which is that family. So I say he is not a community boy, but he is a family boy. Throughout the story there are a lot of hints to conclude that he has a very warm relationship with his granddad and grandma. അതുകൊണ്ടാണ് ആ വീട്ടിൽ അത്രയും കംഫർട്ടബിൾ ആയിരിക്കുന്നത്. ഓക്കെ, മനുഷ്യരുടെ സാമീപ്യം എന്ന നിലയ്ക്ക് ദ ബോയ് എൻജോയ്സ് ദാറ്റ് ഓഫ് ഹിസ് ഗ്രാൻഡ് പാരൻസ്. അപ്പം അതുകൊണ്ട് ഒരു ഫാമിലി ബോയ് എന്ന നിലയിൽ വളരെ സെറ്റിൽഡായ ഒരു ബിഹേവിയറാണ് നരേറ്റർ ബോയുടേത് എന്നും പറയാം. ഈ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പൊതുവിൽ പറയാനുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല, ഇത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നു. ഐ വിൽ കൺക്ലൂഡ് വിത്ത് എ ഡിസ്ക്ലെയിമർ. ഡിസ്ക്ലെയിമർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കാനുള്ള 5 സോഴ്സസിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ആ 5 സോഴ്സസ് ഈ ബോയുടെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചു. നമുക്ക് ഈ കഥയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അതിൽ വന്നു, ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇതിലെടുത്തില്ല. ഇനി മറ്റ് ചില കഥകളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വി വിൽ ഗോ ഫോർ അതർ ക്യാരക്ടേഴ്സ് കമൻസ് അല്ലെങ്കിൽ ഹിസ് ഓൺ കമൻസ് അങ്ങനെയുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഫോർ കൺഫർമേഷൻ, ബിഫോർ ഫൈനലൈസേഷൻ ഓഫ് എ പോയിൻറ്റ്, കോറിലേറ്റ് വിത്ത് അതർ ഫാക്ടേഴ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഉദാഹരണത്തിന് എക്സ് എന്ന ക്യാരക്ടർ വൈ എന്ന ക്യാരക്ടറിനെ കുറിച്ച് ഒരു കമൻറ്റ് പറയും. ആ കമൻറ്റ് അതേപടി നമുക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. കാരണം ഈ എക്സ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് കഥയിൽ അയാളുടേതായ താല്പര്യങ്ങളുണ്ടാവാം. ചിലപ്പോൾ മറ്റേ കഥാപാത്രത്തോട് അസൂയ കൊണ്ട് പറയുന്നതായിക്കൂടെ ആവാം, അല്ലെങ്കിൽ ആരാധന കൊണ്ട് പറയുന്നതായിക്കൂടെ ആവാം. അപ്പോൾ ദാറ്റ് ക്യാൻ ബി സംടൈംസ് ഇമോഷണലി ട്വിസ്റ്റഡ്. അങ്ങനെ വരുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൈൻഡ്ലി ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ്, വി മസ്റ്റ് കോറിലേറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ വിത്ത് അതർ ഡേറ്റ. ഓക്കെ, അതായത് ഒരു കഥാപാത്രം ഇയാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ഈ വിവരത്തെ മറ്റ് എവിഡൻസസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ശരിയാവുന്നുണ്ടോ ഇല്ലയോ? ശരിയാവുന്നുണ്ടെങ്കിൽ വി ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്, ശരിയല്ലെങ്കിൽ വി ഷുഡ് റിജക്റ്റ് ഇറ്റ്. നമുക്ക് പറയാം ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ദർ ഈസ് നോ പോയിൻറ്റ് ടു ബിലീവ് ഇറ്റ്, ഹീ മേക്സ് സച്ച് എ കമൻറ്റ് ബിക്കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ്. ആ രീതിയിൽ നമുക്കതിനെ സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഏത് സോഴ്സ് പരിശോധിക്കുമ്പോഴും അവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഡേറ്റ, ഒരു പോയിൻറ്റ് വാലിഡ് ആണോ, ഒത്തൻറ്റിക് ആണോ, അത് കൺഫേം ചെയ്യാമോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് മറ്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കൂടി ഒന്ന് കോറിലേറ്റ് ചെയ്യണം. അപ്പം ഈ 5 സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റ കോറിലേറ്റ് ചെയ്തുകൊണ്ട് വേണം ഓരോന്നിലുമുള്ള നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ അന്തിമമായി സ്വീകരിക്കുന്നത്. ദിസ് ഈസ് ദ ഡിസ്ക്ലെയിമർ. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ്. Again, thank you for watching. Be prepared for our next video. Thank you again.